ഫോണുകൾ സ്ലോ ആവുകയും ഹാങ് ആവുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. എന്തിനിത്ര പറയണം, ഈ ഒരു വീഡിയോ കാണുന്നതിൽ പല കൂട്ടുകാരും ഇത് നേരിട്ട് അനുഭവിച്ച ആളുകൾ വരെയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നതാണ് നമ്മുടെ സ്റ്റോറേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ ഫോണിൽ ഒട്ടുമിക്ക ആളുകളുടെയും ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഫോണിൽ കുന്നുകൂടി കിടക്കുന്ന അവസ്ഥയും വന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ഫോണിൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജിനെയൊക്കെയാണ് ബാധിക്കുന്നത്. ഒരു നല്ല ഫയൽ മാനേജർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫയൽ മാനേജ് ചെയ്യാൻ അറിയാവുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫോണിന് ഒരു ലാഗും കാര്യങ്ങളൊന്നും വരില്ല. അങ്ങനെ ഒരു ഫയൽ മാനേജർ യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ ഫോൺ ഈസി ആയിട്ട് യൂസ് ചെയ്യാം. ഇന്ന് ഞാൻ നിങ്ങളെ ഈ ഒരു വീഡിയോയിൽ എങ്ങനെ നമുക്ക് നമ്മുടെ ഫോൺ നല്ല രീതിയിൽ മാനേജ് ചെയ്യാം എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത്. ഫയൽസ് ബൈ ഗൂഗിൾ എന്ന് പറയുന്ന ഗൂഗിളിൻ്റെ സ്വന്തം ആപ്ലിക്കേഷനായ ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് നമ്മളിന്ന് ഇതെങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞു തരുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് നമുക്ക് പലതരത്തിലുള്ള ഉപകാരങ്ങളാണുള്ളത്. നമുക്ക് ഫയൽസ് ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു ഷെയറിങ് ആപ്ലിക്കേഷനായിട്ട് നമുക്ക് ഈ ഒരു ഫയൽസ് ബൈ ഗൂഗിൾ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ഫയൽസൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു ക്ലീൻ മാസ്റ്ററായിട്ട് നമുക്ക് ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. അതല്ലാതെ തന്നെ നമുക്കൊരു നല്ലൊരു ഫയൽ മാനേജറായിട്ടും ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഇത്രയൊക്കെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, അയ്യോ ഇത്ര വലിയൊരു മൊബൈൽ ആപ്ലിക്കേഷനാണോ, അല്ലെങ്കിൽ ഭയങ്കര ഫയൽ സൈസൊക്കെ ഉണ്ടാകുന്നത്? ഒന്നുമില്ല, വെറും 10 MB താഴെ മാത്രമാണ് ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ്റെ ഫയൽ സൈസ് വരുന്നുള്ളൂ. ഈ ഒരു ആപ്ലിക്കേഷൻ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഗൂഗിളിൻ്റെ തന്നെ ട്രസ്റ്റഡ് ആയിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷനാണ് ഫയൽസ് ബൈ ഗൂഗിൾ. അപ്പോൾ ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചായിരുന്നു. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ ഇതിൻ്റെ സ്ക്രീൻ റെക്കോർഡർ പാർട്ട് കാണാം. അതുപോലെ ഞാനിവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണാം ക്ലീൻ എന്ന് പറഞ്ഞ് ഉള്ളതാണ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ ഇവിടെ കാണാം ജങ്ക് ഫയൽസ്, മീംസ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഫോൾഡറുകൾ കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ദേ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓപ്ഷൻ എന്താണ് സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ചില സമയത്ത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ, അതായത് ഒരു ഫോട്ടോ തന്നെ 2 പ്രാവശ്യം സെയിം തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും. അത് സെയിം ഡെസ്റ്റിനേഷനിൽ തന്നെ പിക്ചേഴ്സൊക്കെ കോപ്പി ചെയ്ത് ഇടുമ്പോൾ 2 വെച്ച് വന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സ്പേസ് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ടാണ്. ഇപ്പോൾ സെലക്ട് ആൻഡ് ഫ്രീ അപ് ടു 70. ഇപ്പോൾ എല്ലാം ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് തോന്നുന്ന എല്ലാ ഫോട്ടോസും അവർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡിലീറ്റ് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 131 ഫയൽസാണ് എൻ്റെ അത് കളഞ്ഞിരിക്കുന്നത്. 131 ഫയൽസ് ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഫോട്ടോസ് കാര്യങ്ങളും അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഫയൽസൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ആവശ്യമില്ലാത്തത് നമുക്ക് കളയാം. വാട്സാപ്പ് മീഡിയ ഒക്കെ കളയാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് സ്ക്രീൻഷോട്ട് കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളത് മാത്രം കളയാം. ഇനി ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ലാർജ് ഫയൽസ്, അതായത് വലിയ ഫയൽസൊക്കെ, അതായത് ഇപ്പോൾ എന്താ പറയുക, ഗെയിമിൻ്റെയൊക്കെ, ഇപ്പോൾ ഏതെങ്കിലും വലിയ ഗെയിമൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞാൽ മിക്ക ഗെയിംസിൻ്റെ OBB ഫയലൊക്കെ അവിടെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഫയലുകളൊക്കെ നമുക്കിത് ഇവിടെ കിട്ടും. അതല്ല, നിങ്ങൾക്ക് വീഡിയോസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ലാർജ് ഫയൽസ് സെലക്ട് ചെയ്തു. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അത്യാവശ്യം നല്ല രീതിയിൽ വലിയ ഫയൽസൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഒരെണ്ണം ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുകയാണ്, അത് ഡിലീറ്റ് കൊടുത്തു, ഡിലീറ്റഡ്, കണ്ടില്ലേ? അപ്പോൾ ലാർജ് ഫയൽ നമുക്ക് അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്ത് ഫ്രീ സ്പേസ് കൂട്ടാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ പിന്നീടുള്ളൊരു ഓപ്ഷനാണ് മൂവ് ഫയൽ ടു SD കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഫയൽസൊക്കെ നമ്മുടെ SD കാർഡിലേക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് നമുക്കിത് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏത് ഫയലാണ് നിങ്ങൾക്ക് മൂവ് ചെയ്യേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് മൂവ് ടു SD കാർഡ് കൊടുത്ത് നമുക്ക് ഏതാണോ ഡെസ്റ്റിനേഷൻ, എവിടേക്ക് ഏത് ഫോൾഡറിലേക്കാണോ നമുക്ക് പേസ്റ്റ് ചെയ്യേണ്ടതെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫയൽ നമ്മുടെ SD കാർഡിലേക്ക് കോപ്പി ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി അത് കൂടാതെ തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി ഉണ്ട്. നമുക്ക് ഈ ഒരു ക്ലീൻ ഓപ്ഷനിൽ ഈ ജങ്ക് ഫയൽസ് നമുക്ക് ഫ്രീ ആയിട്ട് ക്ലീൻ ചെയ്ത് കളയാനായിട്ട് പറ്റും. ഇതവിടെ കണ്ടില്ലേ, കൺഫേം ആൻഡ് ഫ്രീ അപ് ടു 2.5 GB എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ജങ്ക് ഫയൽസ് കാണിക്കുന്നത്. അത് കൺഫേം ആൻഡ് ഫ്രീ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ക്ലീൻ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ദേ നമ്മുടെ അൺവാണ്ടഡ് ആയിട്ടുള്ള ആവശ്യമില്ലാത്ത കുറേ ജങ്ക് ഫയലുകൾ നമ്മുടെ മൊബൈലിലൊക്കെ കിടക്കുന്നുണ്ട്. പലതും നമ്മൾ കാണാതെ ഹിഡൻ ആയിട്ടും കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കിടക്കുന്ന എല്ലാ ജങ്ക് ഫയൽസും ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് ക്ലീൻ ചെയ്ത് നമ്മുടെ ഫോൺ നല്ല സ്മൂത്തായിട്ട് തന്നെ റൺ ചെയ്യാനും പറ്റുന്നതായിരിക്കും. അപ്പോൾ ഡിലീറ്റ് ചെയ്ത് ആവശ്യമില്ലാത്ത ഫയലൊക്കെ കളയും. അപ്പോൾ അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് വരുന്ന പറഞ്ഞാൽ ബ്രൗസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അതെടുക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ നമ്മുടെ ഫോണിലുള്ള എല്ലാ ഫയൽസും കാറ്റഗറി തിരിച്ച് തന്നെ നമുക്ക് ഈ ഒരു ബ്രൗസ് എന്ന് പറയുന്ന ഫോൾഡറിൽ കിട്ടും. ഇവിടെ കാണുന്ന ഡൗൺലോഡ്സ്, ഇമേജസ്, അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഈ ഒരു ഇത് കിട്ടും. സിമ്പിളായിട്ട് തന്നെ നമ്മുടെ ഫോൾഡർ തിരിച്ച് നല്ല കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഈ ഒരു ബ്രൗസ് എന്ന് പറയുന്ന ഓപ്ഷൻ വെച്ച് തന്നെ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കോപ്പി ചെയ്യാനും മൂവ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. ഇപ്പോൾ ജസ്റ്റ് ഞാൻ ഒരു ഇമേജ് എടുത്ത് കാണിച്ചു തരാം. ഇമേജസ് സെലക്ട് ചെയ്തു,
മേളിൽ കണ്ടില്ലേ ഓരോന്ന് സ്ക്രീൻഷോട്ട്, പിക്ചേഴ്സ്, ഡൗൺലോഡ്, ഏതൊക്കെ ഫോൾഡറുകളാണോ നിങ്ങൾ പിക്ചേഴ്സ് കിടക്കുന്നത് ആ എല്ലാ ഫോൾഡറുകളും നമുക്ക് ഈ ഒരു മുകളിൽ കിട്ടുന്നതാണ്. ഇപ്പോൾ ജസ്റ്റ് ഞാൻ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് നമുക്ക് എവിടേക്കാണോ ഷെയർ ചെയ്യേണ്ടത്, എവിടെ കണ്ടില്ലേ ഓപ്പൺ വിത്ത്, മൂവ് ടു സേഫ് ഫോൾഡർ, അത് വാലറ്റിലേക്ക് ഇടുന്നതാണ്. ഓക്കെ, ഹിഡൻ ആക്കി ഇടുന്നത്. ഇപ്പോൾ ബാക്കപ്പ് ടു ഗൂഗിൾ ഡ്രൈവ്, നമുക്ക് നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലേക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നേരിട്ട് തന്നെ ബാക്കപ്പ് എടുത്ത് വയ്ക്കാൻ പറ്റും. പിന്നെ കോപ്പി ടു, ഇപ്പോൾ ഏതെങ്കിലും ഫോൾഡറിലേക്ക് കോപ്പി ചെയ്യണമെന്നുള്ളതാണ്. അതുപോലെ തന്നെ മൂവ് ടു, അതുപോലെ തന്നെ ഏതെങ്കിലും ഫോൾഡറിലേക്ക് നമുക്ക് മൂവ് ചെയ്തിടണമെന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷനിൽ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഫയൽസിൻ്റെയൊക്കെ റീനെയിം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് റീനെയിം കൊടുക്കാം. അതുപോലെ ഫയൽ ഇൻഫോർമേഷൻ, ആ ഒരു ഫോട്ടോനെ കുറിച്ചുള്ള ഫുൾ ഇൻഫോർമേഷൻ കാര്യങ്ങളൊക്കെ നമുക്കതിൽ കിട്ടുന്നതാണ്. പിന്നെ ഇതിൽ വരുന്നൊരു പ്രത്യേകതരം ഫീച്ചറാണ് നമുക്ക് ഫയൽസൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനുള്ളത്. അത് നമുക്ക് ഓരോ ഫോൾഡർ തിരിച്ചും നമുക്ക് ഫയൽസൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിലൊരു ഓഡിയോ സെർച്ച് ചെയ്ത് കാണിച്ചു തരാം. എനിക്ക് സോളോ ഫീമെയിൽ സോളോ എന്ന് വെച്ച് കണ്ടില്ലേ. അപ്പോൾ നമുക്കിത് ആ ഒരു ഫോൾഡറിൽ ഫോൾഡറിൽ നമുക്ക് ആ ഒരു എന്ത് കാറ്റഗറിയുള്ള സംഭവമാണ് നമുക്ക് സെർച്ച് ചെയ്യേണ്ടത് അത് നമുക്ക് ഇവിടെ കിട്ടും. ഇതിപ്പോൾ ഞാൻ ഓഡിയോയാണ് സെർച്ച് ചെയ്തത്. അതുപോലെ നിങ്ങൾക്ക് ഫോട്ടോസൊക്കെ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇമേജസിൽ ഇതുപോലെ സെർച്ച് ചെയ്താൽ മതി. ഇനി വീഡിയോസ് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ മേളിൽ വീഡിയോസും സെർച്ച് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് വരുന്ന ഒരു ഓപ്ഷനാണ് ഷെയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ഇതാ കണ്ടില്ലേ, ഷെയർ ഓപ്ഷൻ. ഇപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ സിനിമകൾ, ഫോട്ടോസ്, വീഡിയോസൊക്കെ, അതായത് ലാർജ് ഫയൽസൊക്കെ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വൈഫൈ ഉപയോഗിച്ച് ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ച് തന്നെ നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ചെയ്യേണ്ടത് സിമ്പിളാണ്. സെൻഡ് ചെയ്യുന്ന ആൾ സെൻഡ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗോ ടു വൈഫൈ, നമ്മുടെ വൈഫൈ ഓണോ, റിസീവ് ചെയ്യുന്ന ആൾ റിസീവ് എന്നുള്ളതും സെലക്ട് ചെയ്യുക. അതിനുശേഷം കണക്റ്റഡ് ആവും. അപ്പോൾ നമുക്ക് ഇതുവഴി തന്നെ നേരിട്ട് നമ്മുടെ വലിയ വലിയ ഫയൽസ്, വീഡിയോസ്, ഫോട്ടോസൊക്കെ നമുക്ക് ഇതുവഴി സെൻഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ തിരിച്ചും കിട്ടുന്ന ആൾക്ക്, നമ്മളിപ്പോൾ ഫയൽ സെൻഡ് ചെയ്ത ആൾക്ക് അയാളുടെ ഫോണിലുള്ള ഫയൽസ് നമ്മുടെ ഫോണിലേക്ക് സെൻഡ് ചെയ്യാനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ച് ഈ ഒരു ഷെയർ ഓപ്ഷൻ ഉപയോഗിച്ച് സെൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഫയൽസ് ബൈ ഗൂഗിൾ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഫോണൊക്കെ നല്ല ഈസി ആയിട്ട്, നല്ല ക്ലീൻ ആയിട്ട് സൂക്ഷിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ആവശ്യമില്ലാത്ത ഫയൽസ് എത്രയൊക്കെ നമ്മൾ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ജങ്ക് ഫയൽസ് എല്ലാ ഫോണിലും അടിഞ്ഞുവിടും. അപ്പോൾ അത് കളയാനുള്ള പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസൊക്കെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഗൂഗിളിൻ്റെ തന്നെ നല്ല ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് ഈ ഫയൽസ് ബൈ ഗൂഗിൾ എന്ന് പറയുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതൊരു പ്രൈമറി ക്ലീൻ മാസ്റ്റർ അല്ലെങ്കിൽ ഒരു പ്രൈമറി ഫയൽ മാനേജറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ നമ്മൾ ഗെയിം കളിക്കുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിലും ചുമ്മാ ഗെയിമിൻ്റെ ഓരോരോ ഫയൽസൊക്കെ, അൺവാണ്ടഡ് ആയിട്ടുള്ള കുറേ ജങ്ക് ഫയൽസൊക്കെ വന്ന് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വഴി പറ്റുന്നതാണ്. ഓക്കെ, നല്ല സ്മൂത്തായിട്ട് തന്നെ, ഇപ്പോൾ അധികം റാമുള്ള അല്ലെങ്കിൽ അധികം സ്പെക്കുള്ള ഫോണിനൊന്നും വേണ്ട, എല്ലാ ഫോണും നമുക്ക് നല്ലപോലെ തന്നെ അത്യാവശ്യം ക്ലീൻ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഹാങ് ആവാതെയൊക്കെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ച് കൊണ്ടുപോയി നടക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നല്ലൊരു മൾട്ടി പർപ്പസ് ആപ്ലിക്കേഷനാണ് ഈ ഫയൽസ് ബൈ ഗൂഗിൾ. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഫോണിൻ്റെ ആപ്ലിക്കേഷനൊക്കെ, ഫയൽസൊക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോയി നടക്കാനായിട്ട് ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയതുകൊണ്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ബന്ധുക്കൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളിങ്ങനെ ഒരു ക്യാമറയ്ക്ക് മുന്നിൽ വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ തുടർന്നും നമ്മുടെ ചാനലിൽ ഇതുപോലുള്ള ഉപകാരപ്പെടുന്ന വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.